ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജി സ്റ്റോറീസ് ബൈ ഗായത്രി ഗോപിനാഥൻ. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ നിന്ന് ജമ്മുവിലേക്കുള്ള ട്രെയിൻ കയറി. ഇതാണ് ഡിന്നർ നമുക്ക് ട്രെയിനിൽ നിന്ന് കിട്ടിയ ഫുഡ് ഐറ്റംസ് കേട്ടോ. അങ്ങനെ ഇതേ നമ്മളെ ട്രെയിൻ എടുത്തു. ഇൻ ബിറ്റ്വീൻ ഞങ്ങളുടെ കൂടെയുള്ളവർ കുറച്ച് റീൽസിൻ്റെ പരിപാടിക്കുള്ള സെറ്റപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 5 o'clock ഒക്കെ ആയപ്പോൾ റെയിൽവേ സ്റ്റേഷനെത്തി. ദെൻ നമ്മുടെ ബസ് പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ ബസ്സിലോട്ട് കയറി. അപ്പോൾ എനിക്ക് തോന്നുന്നു ജമ്മുന്ന് ഐ ഗസ് അത്യാവശ്യം ഒരു ലോങ് ജേർണി ആയിരുന്നു ശ്രീനഗറിലോട്ട്. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് കണ്ണ് തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കാശ്മീർ എത്തി എന്നറിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ വീഡിയോസിലെല്ലാം കണ്ടിട്ട് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. ഇൻ ബിറ്റ്വീൻ ഒരു പ്യോർ കേസർ കിട്ടുന്നൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫസ്റ്റായിട്ട് ഞാൻ കാവയൊക്കെ കുടിച്ചു. ദെൻ നൈറ്റ് എത്തിയപ്പോൾ ലേറ്റായി, പിന്നെ വീഡിയോസൊന്നും ഇടാനുള്ളത് ഉണ്ടായില്ല. പിന്നെ പിറ്റേന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊരു ആക്റ്റീവ് എനർജി ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം പോകുന്നത് സോൻമാർഗിലോട്ടാണ് കേട്ടോ. സോൻമാർഗ് ഐ ഗെസ് ശ്രീനഗറിൽ നിന്ന് അറൗണ്ട് 6 to 7 hours ട്രാവൽ ഉണ്ടെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. അത്യാവശ്യം ഒരു ലോങ് ട്രാവലിംഗ് ആയിരുന്നു അത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ നമ്മൾ കോഫിയൊക്കെ കുടിച്ചു. ഈ പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കാശ്മീരിൽ ഞാൻ പറഞ്ഞ പോലെ എങ്ങോട്ട് നോക്കിയാലും മലകൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. വേറൊരു എന്താ പറയുക, ഒരു വൈബാണ്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി ഫുള്ളി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് ഓഫ് എനർജി കാശ്മീരിനുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു ടൈപ്പ് ഓഫ് ആപ്പിളാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതൊക്കെ നമ്മുടെ ആ ഒരു കൂടെയുള്ള ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് നമുക്കും ഷെയർ ചെയ്യും കേട്ടോ. അടിപൊളി വൈബായിരുന്നു. ഇവൻതോ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് ആണെങ്കിലും നമുക്കറിയാം ഇവരെല്ലാം നമ്മുടെ തന്നെ ആരൊക്കെയാണെന്നുള്ളൊരു തോന്നലായിരുന്നു. അങ്ങനെ ഈ സോൻമാർഗ് ടണലിലോട്ട് കയറിയപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ആക്ച്വലി റീൽസിലൊക്കെ മാത്രമേ കണ്ടുള്ളൂ. റിയലിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എൻ്റെ ദൈവമേ അടിപൊളിയായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മൊമെൻ്റായിരുന്നു. ആൻഡ് അങ്ങനെ ഇതേ നമ്മൾ ഏറെക്കുറെ സോൻമാർഗിലെ ആ ഒരു പോയിന്റിലെത്തി. ഇവിടെ നിന്ന് നമുക്ക് ട്രാവലറിൽ പോകാൻ പറ്റത്തില്ല, കാറ് പിടിച്ച് വേണം പോകാൻ. അത് അത്യാവശ്യം ബാർഗെയിനിങ് സിസ്റ്റമാണ്. അത്യാവശ്യം നമ്മൾ ബാർഗെയിൻ ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ നേരെ കാറെടുത്ത് നേരെ സോൻമാർഗിലോട്ട് പോവാണ്. ഇതെന്ന് പറയുന്നത്, ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് അമർനാഥ് ട്രെക്കിംഗ് സ്പോട്ടാണ്. ആൻഡ് അമർനാഥ് ബേസ് ക്യാമ്പൊക്കെ ഈ ഒരു പരിസരത്താണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈവർ പോകുന്ന വഴിക്ക് ഓരോ സ്പോട്ടും കാര്യങ്ങളൊക്കെ, അവസാനത്തെ വില്ലേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പോകുന്ന വഴിക്ക്. അപ്പോൾ അതെല്ലാം ആൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ മരങ്ങളുണ്ടല്ലോ, ഇത് വലുതായിട്ട് ഇതിൻ്റെ തടിയാണ് ഷിക്കാര ബോട്ട് റൈഡിനൊക്കെ എടുക്കുന്നത്. ആൻഡ് ഇത് എങ്ങനെയൊന്നും മുറിക്കാൻ പാടില്ല, അത് ഇല്ലീഗലാണ്. വിത്ത് പെർമിഷൻ മാത്രമേ, ലീഗലി പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുറിക്കാൻ പറ്റൂ, ആ തടി എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് കാറിൻ്റെ ടയറിന് ഒരു പഞ്ചർ ഇഷ്യൂ വന്നപ്പോൾ നമ്മൾ വെളിയിലിറങ്ങി വീഡിയോസ് എടുത്തതാണ്. അങ്ങനെ നമ്മൾ സോൻമാർഗ് എത്തി. ഇവിടെ ഒരു ശിവൻ്റെ അമ്പലമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മിലിറ്ററീൻ്റെ തന്നെ കുറച്ച് മ്യൂസിയം പോലെ, ലൈക്ക് ഈ ബീരങ്കി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി കാർഗിൽ വാർ ബേസ് ചെയ്തിട്ടുള്ളൊരു എന്തോ സംഭവമാണ്, എനിക്കത് ക്ലിയറായിട്ട് അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സോൻമാർഗ്. ഇതിന് മുകളിൽ കയറാം, പക്ഷേ എനിക്കെന്തോ അവിടെ എത്തിയപ്പോൾ എനിക്കൊരു ബ്രീത്തിങ്ങിൻ്റെ എന്തോ ഒരു ഇത് തോന്നിയിട്ട് കയറിയിട്ടില്ല. അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ ഇതാണ് വീഡിയോ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. അപ്പോൾ ബൈ.